എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ മിഥുൻ. ഞാൻ ക്രിട്ടിക്കൽ കെയർ വിഭാഗം ഡോക്ടറാണ്. ഇന്ന് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിഷയത്തെ പറ്റിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്കൊരു സ്റ്റോറിയിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ എമർജൻസി വിഭാഗത്തിലേക്ക് 70 വയസ്സുള്ള ഒരു വൃദ്ധനെ കൊണ്ടുവരികയാണ്. ബേസിക്കലി അദ്ദേഹത്തിൻ്റെ റിലേറ്റീവ്സാണ് അദ്ദേഹത്തെ കൊണ്ടുവരുന്നത്. പുള്ളി വീട്ടിൽ കുഴഞ്ഞു വീഴുകയാണ് ഉണ്ടായത്. 2 ദിവസമായിട്ട് മൂത്രവും പാസ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ഇവാലുവേറ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര എഡീമയാണ്. കാലിലും കൈയൊക്കെ ഭയങ്കരമായിട്ട് അടിച്ച് നീര് വന്ന ഒരവസ്ഥയാണ്. അദ്ദേഹമാണെങ്കിൽ സെമി കോൺഷ്യസ് സ്റ്റേറ്റാണ്. അതായത് പൂർണ്ണമായിട്ട് നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങളൊന്നും പൂർണ്ണമായിട്ട് പറയുന്നില്ല. നമ്മൾ റൂട്ടീൻ ഇൻവെസ്റ്റിഗേഷനൊക്കെ വിട്ടു. ക്രിയാറ്റിൻ 6.5 ആയിരുന്നു. അപ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ റിലേറ്റീവ്സിനോട് ഹിസ്റ്ററി ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് 12 വർഷമായിട്ട് അദ്ദേഹത്തിന് ഭയങ്കരമായിട്ടുള്ള ബാക്ക് പെയിനും കാൽമുട്ട് വേദനയും ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. 12 വർഷം മുമ്പ് ഒരു ഓർത്തോ ഡോക്ടർ അദ്ദേഹത്തിന് മരുന്ന് കുറിച്ച് കൊടുത്തതായിട്ട് അറിഞ്ഞു. മരുന്ന് ചീട്ട് ഞാൻ ചെക്ക് ചെയ്തു. അദ്ദേഹം കഴിക്കുന്ന ടാബ്ലറ്റ് ഞാൻ നോക്കി. അപ്പോഴാണ് മനസ്സിലായത് അത് മറ്റൊന്നുമല്ല, ഡൈക്ലോഫിനാക് എന്ന നെഫ്രോടോക്സിക് ആയിട്ടുള്ള ഒരു ടാബ്ലറ്റ് ആണെന്നുള്ളത്. അപ്പോൾ ഓർത്തോ ഡോക്ടർ ആവശ്യമുണ്ടെങ്കിൽ കഴിക്കുക, പെയിൻ ഉണ്ടെങ്കിൽ കഴിക്കുക എന്നുള്ള രീതിയിൽ കൊടുത്തതാണ്. ഓരോ 3 ദിവസവും ഡൈക്ലോഫിനാക് കഴിച്ചുകൊണ്ടിരിക്കുന്നത് പതിവാണ് 12 വർഷമായിട്ട്. ഒരു ഡൈക്ലോഫിനാക് ടാബ്ലറ്റ് 3 ദിവസത്തിൽ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കാൽമുട്ട് വേദന അറിയാതെ അല്ലെങ്കിൽ ബാക്ക് പെയിൻ അറിയാതെ നടക്കാമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു വാദം. പക്ഷേ അദ്ദേഹം എത്തിച്ചേർന്നിരിക്കുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരവസ്ഥയിലാണ്. അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി എന്ന ഒരുപാട് കോംപ്ലിക്കേഷൻസിലേക്ക് നയിക്കാവുന്ന ഗുരുതരമായ ഒരു അവസ്ഥ. അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി എന്നാൽ കിഡ്നിയുടെ പ്രവർത്തനം മണിക്കൂറുകളോ ദിവസങ്ങളോ ആയിട്ട് കുറഞ്ഞു വരുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ കിഡ്നിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമുക്കറിയാം. കിഡ്നിയാണ് നമ്മുടെ ശരീരത്തിലെ വേസ്റ്റ് പ്രൊഡക്റ്റിനെയൊക്കെ എക്സ്ക്രീറ്റ് ഔട്ട് ചെയ്യുന്നത്. അമോണിയ എന്ന വേസ്റ്റ് പ്രൊഡക്റ്റിനെ യൂറിയ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് എക്സ്ക്രീറ്റ് ഔട്ട് ചെയ്യുന്നത് കിഡ്നിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ഇലക്ട്രോലൈറ്റ്സ്, പൊട്ടാസ്യമൊക്കെ നോർമൽ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കിഡ്നിയാണ്. അതുപോലെ തന്നെ ആസിഡ് കൂടുന്നൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ സെപ്റ്റിക് ഷോക്ക്, ഇൻഫെക്ഷൻ പോലുള്ള അവസ്ഥകൾ വന്നാൽ ആസിഡ് ലെവൽ കൂടുമ്പോൾ ആസിഡ് എക്സ്ക്രീറ്റ് ചെയ്തുകൊണ്ട് അതുപോലെ തന്നെ ആൽക്കലൈ ജനറേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ആസിഡ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കിഡ്നിയാണ്. അതുപോലെ തന്നെ ഒരുപാട് ഫ്ലൂയിഡ് നമ്മുടെ ശരീരത്തിലുള്ളപ്പോൾ ഫ്ലൂയിഡും എക്സ്ക്രീറ്റ് ഔട്ട് ചെയ്യുന്ന ഫ്ലൂയിഡ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പ്രവർത്തനം കിഡ്നിക്കുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറിയുടെ റിസ്ക് ഫാക്ടറുകൾ എന്ന് നമുക്ക് നോക്കാം. പ്രായം കൂടുതലുള്ളവരിലാണ് നമ്മൾ മെയിനായിട്ട് കാണപ്പെടുന്നത്. കാരണം പ്രായം കൂടുതലുള്ളവരുടെ എല്ലാ ഓർഗൻസും ഇത്തിരി കോംപ്രമൈസ്ഡ് ആയിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഒരു ട്രിഗർ ഉണ്ടെങ്കിൽ തന്നെ വലിയ കോംപ്ലിക്കേഷൻസിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നേരത്തെ എന്തെങ്കിലും കിഡ്നി ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ട് നേരത്തെ, അല്ലെങ്കിൽ ഓൾറെഡി CKD ആണ്, ക്രോണിക് കിഡ്നി ഡിസീസ് ഉള്ള പേഷ്യൻ്റ് ആണ്, അല്ലെങ്കിൽ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പേഷ്യൻ്റ് ആണ്, അല്ലെങ്കിൽ പ്രീവിയസ്ലി എന്തെങ്കിലും തരത്തിലുള്ള കിഡ്നി ഇഞ്ചുറി നേരത്തെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് റിസ്ക് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും ഇൻഫെക്ഷനുകൾ അല്ലെങ്കിൽ സെപ്റ്റിക് ഷോക്ക് പോലുള്ള അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, പ്രോപ്പറായിട്ട് കിഡ്നിക്ക് ബ്ലഡ് സപ്ലൈ കിട്ടാത്ത ഒരവസ്ഥ വരുമ്പോൾ, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ കാരണവും കിഡ്നിയുടെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഹാർട്ട് ഫെയിലിയർ എന്ന അവസ്ഥ, ഹാർട്ടിന് പ്രോപ്പറായിട്ട് ബ്ലഡ് പമ്പ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ഇങ്ങനെയൊരു അവസ്ഥയിൽ കിഡ്നിയിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറയുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അതും കിഡ്നി ഇഞ്ചുറിക്ക് കാരണമായേക്കാം. അതുപോലെ തന്നെ ഡീഹൈഡ്രേഷൻ, വെള്ളം കുടിക്കാതെ പ്രോപ്പറായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാതെ ഒരുപാട് വർക്കൗട്ട് ചെയ്യുന്നവർ, ഒരുപാട് കൂലിപ്പണിക്ക് പോകുന്നവർ, രാവിലെ മുതൽ രാത്രി വരെ കഷ്ടപ്പെട്ട് വിയർത്തൊലിച്ച് പണിയെടുക്കുന്നവർ, വെള്ളം കുടിക്കാത്ത ഒരവസ്ഥ വരുമ്പോൾ അതും ഡീഹൈഡ്രേഷനും കിഡ്നി ഇഞ്ചുറിക്ക് കാരണമാകുന്നു. അതുപോലെ തന്നെ നെഫ്രോടോക്സിക് ആയിട്ടുള്ള മരുന്നുകൾ, ഇപ്പോൾ ഞാൻ പറഞ്ഞു, NSAIDs, ഡൈക്ലോഫിനാക് പോലുള്ള മരുന്നുകൾ, അല്ലെങ്കിൽ ചില ആൻറ്റിബയോട്ടിക്സ്, അമിനോഗ്ലൈക്കോസൈഡ്സ് വിഭാഗത്തിൽപ്പെടുന്ന ആൻറ്റിബയോട്ടിക്സ്, അല്ലെങ്കിൽ ഫ്ലൂറോക്വിനോളോൺസ് വിഭാഗത്തിൽപ്പെടുന്ന ആൻറ്റിബയോട്ടിക്സ്, അല്ലെങ്കിൽ എന്തെങ്കിലും കോൺട്രാസ്റ്റ് MRIയോ അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് CTO എടുക്കാനായിട്ട് നമ്മൾ കോൺട്രാസ്റ്റ് കൊടുക്കുമ്പോൾ, IV ആയിട്ട് കൊടുക്കുമ്പോൾ, അതും ഒരു നെഫ്രോടോക്സിക് ആയിട്ടുള്ള ഏജൻ്റാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും സർജറിയുടെ സമയത്ത് ഒരുപാട് ബ്ലഡ് ശരീരത്തിൽ നിന്ന് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഹൈഡ്രേഷൻ സംഭവിച്ചിട്ടില്ല, അല്ലെങ്കിൽ സർജറിക്ക് ശേഷം എന്തെങ്കിലും ഇൻഫെക്ഷൻ വരുന്നു, ഇതൊക്കെ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറിയിലേക്ക് നയിക്കാനുള്ള കാരണങ്ങളാണ്. അക്യൂട്ട് കിഡ്നി ഇഞ്ചുറിയുടെ കോസസിനെ നമുക്ക് 3 വിഭാഗമായിട്ട് തിരിക്കാം. ഒന്ന് പ്രീ റീനൽ എന്ന് പറയും. പ്രീ റീനൽ എന്ന ഈ അവസ്ഥയുടെ കൺസെപ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ
കിഡ്നിയിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറയുകയാണ് എന്നാണ് അർത്ഥം. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ നമുക്ക് അറിയാം. ഇപ്പോൾ ഒരുപാട് ബ്ലഡ് ശരീരത്തിൽ നിന്ന് പോവുകയാണെങ്കിൽ കിഡ്നിയിലേക്കുള്ള ബ്ലഡ് സപ്ലൈ എന്തായാലും കുറയുമല്ലോ. അതുപോലെ തന്നെ ഹാർട്ടിന് എന്തെങ്കിലും പ്രവർത്തനം, ഹാർട്ട് ഫെയിലിയർ എന്നുള്ള അവസ്ഥ വരുവാണെങ്കിൽ ഹാർട്ടിന് പമ്പ് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ കിഡ്നിയിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറയും. അതുപോലെ തന്നെ സെപ്റ്റിക് ഷോക്ക് പോലുള്ള അവസ്ഥ, ഹൈപ്പോവോളിമിക് ഷോക്ക് പോലുള്ള അവസ്ഥ, ശരീരത്തിൽ വെള്ളം കുറയുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ വന്നിട്ടുള്ള അവസ്ഥ, അപ്പോഴും കിഡ്നിയിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറയാനുള്ള ചാൻസ് ഉണ്ട്. രണ്ടാമത്തെ വിഭാഗമാണ് ഇൻട്രിൻസിക് കോസസ് എന്ന് പറയുന്നത്. അതായത് കിഡ്നിയുടെ അകത്തുള്ള പ്രശ്നങ്ങളെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിലാണ് അക്യൂട്ട് ഇൻറ്റർസ്റ്റിഷ്യൽ നെഫ്രൈറ്റിസ്, അക്യൂട്ട് ട്യൂബുലർ നെക്രോസിസ്, ഗ്ലോമെറുലോനെഫ്രൈറ്റിസ്, നെഫ്രോടോക്സിക് ഡ്രഗ്സ് ഒക്കെ ഉൾപ്പെടുത്തുന്നത്. ആദ്യത്തേത് അക്യൂട്ട് ട്യൂബുലർ നെക്രോസിസ് എന്ന് നമ്മൾ വിളിക്കും. അതായത് കിഡ്നിയുടെ ട്യൂബുലർ എപ്പിത്തീലിയൽ സെൽസിനുള്ള ഡാമേജിനെയാണ് നമ്മൾ അക്യൂട്ട് ട്യൂബുലർ നെക്രോസിസ് എന്ന് വിളിക്കുന്നത്. ഇതിന് കാരണമായിട്ട് ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ BP കുറയുന്ന ഒരവസ്ഥ, എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നിട്ട് BP കുറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ ഉള്ള അവസ്ഥ വന്ന് BP കുറയുന്നൊരവസ്ഥയാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും മരുന്നുകൾ കാരണം, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു അമിനോഗ്ലൈക്കോസൈഡ്സ് വിഭാഗത്തിൽപ്പെടുന്ന ആൻറ്റിബയോട്ടിക്സ്, അതുപോലെ തന്നെ എന്തെങ്കിലും ക്യാൻസർ മരുന്നുകൾ, സിസ്പ്ലാറ്റിൻ പോലുള്ള കീമോതെറാപ്പിക്ക് ഉപയോഗിക്കുന്ന ക്യാൻസർ മരുന്നുകൾ, അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു കോൺട്രാസ്റ്റ് ഡൈസ്, അതുപോലെ തന്നെ ഒരുപാട് മസിൽ ബ്രേക്ക് ഡൗൺ ആകുന്ന ഒരവസ്ഥ. ഇപ്പോൾ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഒരുപാട് മസിൽ ബ്രേക്ക് ഡൗൺ ചെയ്ത് മസിലിൽ നിന്നുള്ള ഒരു പിഗ്മെൻ്റാണ് മയോഗ്ലോബിൻ എന്ന പിഗ്മെൻറ്റ്. ഈ മയോഗ്ലോബിൻ എന്ന പിഗ്മെൻറ്റ് ഒരുപാട് ബ്ലഡിൽ അലിഞ്ഞു ചേർന്ന് കിഡ്നിക്ക് പ്രോപ്പറായിട്ട് എക്സ്ക്രീറ്റ് ഔട്ട് ചെയ്യാത്ത ഒരവസ്ഥ ഓവർലോഡ് ആകുമ്പോൾ കിഡ്നി ഇഞ്ചുറിയിലേക്ക് നയിക്കാവുന്നതാണ്. ഹീമോലൈസിസ് സംഭവിക്കുന്ന അവസ്ഥ, ഡെങ്കി, മലേറിയ പോലുള്ള വൈറൽ ഫീവറൊക്കെ ആണെങ്കിൽ ഹീമോലൈസിസ് സംഭവിക്കാറുള്ളത് പതിവാണ്. ഹീമോലൈസിസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഹീമോഗ്ലോബിൻ സെപ്പറേറ്റ് ആയി മാറി ആ കിഡ്നിയിൽ എത്തിച്ചേരുകയാണ് ചെയ്യാറ്. അപ്പോൾ കിഡ്നിക്ക് അത് എക്സ്ക്രീറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ, കിഡ്നിക്ക് ഓവർലോഡ് ആവുന്ന ഒരവസ്ഥ വരുമ്പോൾ അത് ഗ്രാജുവലി അക്യൂട്ട് ട്യൂബുലർ നെക്രോസിസിലേക്ക് നയിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണോ കിഡ്നിക്ക് ഓവർലോഡ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും മരുന്നുകളാണ് നെഫ്രോടോക്സിക്കായിട്ട് ഭവിക്കുന്നതെങ്കിൽ അത് ഒഴിവാക്കുക എന്നുള്ളതാണ്. പിന്നെ സപ്പോർട്ടീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്, പിന്നെ ഇലക്ട്രോലൈറ്റ് നമ്മൾ കറക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ കിഡ്നി പ്രവർത്തിക്കുന്നില്ല, യൂറിൻ വളരെ കുറവാണ്, ക്രിയാറ്റ് വളരെ കൂടുതലാണ്, യൂറിയ കൂടുതലാണ്, അല്ലെങ്കിൽ ആസിഡ് ലെവൽ ബോഡിയിൽ കൂടുതലൊക്കെ ആണെങ്കിൽ നമ്മൾ ഡയാലിസിസിലേക്കും പോകാറുണ്ട്. രണ്ടാമത്തെ ഒരു വിഭാഗമാണ് അക്യൂട്ട് ഗ്ലോമെറുലോനെഫ്രൈറ്റിസ് എന്ന ഒരു അവസ്ഥ. യൂറിനെ ഫിൽട്ടർ ചെയ്യുന്ന ഒരു ഘടകമാണ് ഗ്ലോമെറുലസ് എന്ന് പറയുന്നത്. ഈ ഗ്ലോമെറുലസിന് നേരെയുള്ള ഒരു അറ്റാക്കാണ് അക്യൂട്ട് ഗ്ലോമെറുലോനെഫ്രൈറ്റിസ് എന്ന അവസ്ഥയിലേക്ക് വഴിമാറുന്നത്. അപ്പോൾ ഇതിൻ്റെ കാരണമായിട്ട് നമ്മൾ പറയുന്നത് എന്തെങ്കിലും ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ്, അതായത് സ്ട്രെപ്റ്റോകോക്കസ് ഇൻഫെക്ഷനാണ്. പോസ്റ്റ് സ്ട്രെപ്റ്റോകോക്കൽ ഗ്ലോമെറുലോനെഫ്രൈറ്റിസ് എന്ന് നമ്മൾ പറയും. ഈ ബാക്ടീരിയൽ ഇൻഫെക്ഷന് ശേഷമാണ് ഇത് കണ്ടുവരുന്നത്. അതുകൂടാതെ തന്നെ എന്തെങ്കിലും ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസൊക്കെ ഉണ്ടെങ്കിൽ, അതായത് ലൂപ്പസ് നെഫ്രൈറ്റിസ്, IgA നെഫ്രോപ്പതി, വാസ്കുലൈറ്റിസ്, അല്ലെങ്കിൽ ഗുഡ് പാസ്റ്റേഴ്സ് സിൻഡ്രോം പോലുള്ള ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളിലാണ് ഈ അവസ്ഥ കണ്ടുവരുന്നത്. സിംറ്റംസിലേക്ക് കടക്കാൻ നേരത്ത് പ്രോട്ടീനുറിയ, അതായത് യൂറിനിൽ നമ്മൾ പ്രോട്ടീൻ കാണപ്പെടും ഒരുപാട് തോതിൽ. അതുപോലെ തന്നെ പേഷ്യൻ്റ് നല്ല ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ശരീരം മൊത്തം എഡിമാറ്റസ് ആയിട്ടുള്ള നീര് വെച്ച ഒരവസ്ഥ. അതുപോലെ തന്നെ മൂത്രത്തിൽ നമുക്ക് രക്തം കാണാൻ പറ്റുന്ന അവസ്ഥ. ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങളെന്ന് പറയുന്നത്. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റും നമ്മൾ എന്താണോ ഇതിന് കാരണമാകുന്ന ഒരു അവസ്ഥ, ഇൻഫെക്ഷൻ ആണെങ്കിൽ നമ്മൾ ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കുന്നതാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഓട്ടോ ഇമ്മ്യൂൺ ഘടകങ്ങളാണ് ഇതിന് കാരണമെങ്കിൽ നമ്മൾ സ്റ്റീറോയിഡോ അല്ലെങ്കിൽ ഇമ്മ്യൂണോ സപ്രസൻസോ ഉപയോഗിക്കുന്നതാണ്. പിന്നെ ബാക്കിയുള്ളത് നമ്മുടെ സപ്പോർട്ടീവ് കെയർ ആണ്. ഇലക്ട്രോലൈറ്റ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുക, അതുപോലെ തന്നെ ഡയാലിസിസിലേക്ക് പോവുക ആവശ്യമാണെങ്കിൽ എന്നുള്ളതാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് രീതി എന്ന് പറയുന്നത്. മൂന്നാമത്തെ വിഭാഗമാണ് അക്യൂട്ട് ഇൻറ്റർസ്റ്റിഷ്യൽ നെഫ്രൈറ്റിസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ട്യൂബ്യൂളുകൾക്കിടയിലുള്ള ഇൻറ്റർസിഷൻ ഭാഗത്തുണ്ടാകുന്ന അറ്റാക്കിനെയാണ് നമ്മൾ അക്യൂട്ട് ഇൻറ്റർസ്റ്റിഷ്യൽ നെഫ്രൈറ്റിസ് എന്ന് വിളിക്കുന്നത്. ഇതിന് കാരണമാവുക മരുന്നുകളാകാം, അതായത് നേരത്തെ പറഞ്ഞ പോലെ NSAIDs, ഡൈക്ലോഫിനാക്ക് പോലുള്ള മരുന്നുകൾ, അല്ലെങ്കിൽ സെഫാലോസ്പോറിൻസ് പോലുള്ള മരുന്നുകൾ. നമ്മൾ സാധാരണ പനിക്കൊക്കെ എല്ലാവരും കുറിച്ച് തരുന്നതാണ്. സെഫിക്സിം, അതുപോലെ തന്നെ സെഫ്ട്രിയാക്സോൺ പോലുള്ള മരുന്നുകൾ, പെനിസിലിൻസ്, അതുപോലെ തന്നെ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ്. അതായത് നമ്മൾ കോമൺ ആയിട്ട് അബ്യൂസ് ചെയ്യുന്ന ഒരു മെഡിസിനാണ് പാൻഡപ്രസോളൊക്കെ ഒരുപാട് നാൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുകയാണെങ്കിൽ അക്യൂട്ട് ഇൻറ്റർസ്റ്റിഷ്യൽ നെഫ്രൈറ്റിസ് എന്നൊരവസ്ഥയിലേക്ക് വഴിമാറാനുള്ള ചാൻസ് ഉണ്ട്. എങ്കിലും ഇഞ്ചുറി ഓൾറെഡി പറ്റിയ ഒരാളാണ്, അല്ലെങ്കിൽ ഓൾറെഡി ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ്, അതുപോലെ തന്നെ നേരത്തെ എന്തെങ്കിലും കിഡ്നി ഇഞ്ചുറിയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇവരിൽ ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നു. അതുപോലെ തന്നെ പല ഇൻഫെക്ഷൻസ് കാരണം, വൈറസ്, ബാക്ടീരിയ പോലുള്ള ഇൻഫെക്ഷൻസ് കാരണം ഈ ഒരു അക്യൂട്ട് ഇൻറ്റർസ്റ്റിഷ്യൽ നെഫ്രൈറ്റിസ് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങളെന്ന് പറയുന്നത് നമ്മൾ മൂത്രത്തിൽ നമുക്ക് ഈസിനോഫിൽസ് എന്ന ഒരു ഘടകം കൂടുതലായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഈസിനോഫിലിയ, അതുപോലെ തന്നെ പനി വരാം, അതുപോലെ തന്നെ ശരീരത്തിൽ മൊത്തം റാഷ് വരുന്ന ഒരവസ്ഥ. ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ലക്ഷണങ്ങളെന്ന് പറയുന്നത്. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിലേക്ക് വരാൻ നേരത്തും നമ്മൾ ഈസിനോഫിലിയ, ഇതിന് കാരണമായിട്ടുള്ള ഡ്രഗ്സ്
ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഒരു കാരണമായിട്ട് നമുക്ക് പറയാനുള്ളത് പോസ്റ്റ് റീനൽ കോസസ് ആണ്. അതായത് മൂത്രത്തിൽ കല്ല്, അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് വലുതായ ഒരവസ്ഥ, അല്ലെങ്കിൽ യൂറിനറി ട്രാക്കിലുണ്ടാകുന്ന എന്തെങ്കിലും ബ്ലോക്കേജ് കാരണം കിഡ്നിയിൽ നിന്ന് വരുന്ന യൂറിൻ പ്രോപ്പറായിട്ട് പാസ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വരാൻ നേരത്ത് ബാക്ക് പ്രഷർ ഉണ്ടായി കിഡ്നിയിൽ ഹൈഡ്രോനെഫ്രോസിസ് എന്നൊരവസ്ഥ ഉണ്ടാക്കുന്ന ഒരു കാരണമാണ് ഇത്. ബാക്ക് പ്രഷർ കാരണം കിഡ്നി ഇഞ്ചുറി ഉണ്ടാകുന്ന ഒരവസ്ഥയാണിത്. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയാൻ നേരത്ത് നമ്മൾ പോസ്റ്റ് റീനലായിട്ടുള്ള കോസ് എന്താണോ, അതായത് പ്രോസ്റ്റേറ്റ് വലുതായതാണെങ്കിൽ പ്രോസ്റ്റേറ്റ് നീക്കം ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും ബ്ലോക്കേജ് ഉണ്ടെങ്കിൽ, കിഡ്നി സ്റ്റോൺ പോലെയുള്ള അവസ്ഥകളാണെങ്കിൽ, യൂറിനറി സ്റ്റോൺ പോലെയുള്ള അവസ്ഥകളാണെങ്കിൽ സ്റ്റോൺ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പേഷ്യൻറ്റിലേക്ക് നമുക്ക് വരാം. അദ്ദേഹത്തിന് ഡയാലിസിസ് ചെയ്യേണ്ട ഒരവസ്ഥ ഉണ്ടായി. അപ്പോൾ അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമാണ് നമ്മളെ എല്ലാവരെയും വിഷമത്തിലാക്കിയത്. അദ്ദേഹം ചോദിച്ചത്, 12 വർഷമായിട്ട് ഡോക്ടറെ ഞാൻ ഈ വേദന മൊത്തം സഹിച്ച് ഈ മരുന്ന് കഴിക്കാതെ ഇരുന്നെങ്കിൽ എനിക്കിപ്പോൾ ഇങ്ങനെയൊന്നും വരില്ലായിരുന്നു. എൻ്റെ കാൽമുട്ട് വേദനയേക്കാളും അല്ലെങ്കിൽ മുതുകു വേദനയേക്കാളും കൂടുതലാണ് ഈ ഡയാലിസിസ് തരുന്ന വേദന. ഇനി ജീവിതകാലം മുഴുവൻ ശരീരം ശുദ്ധീകരിക്കാൻ എനിക്ക് ഡയാലിസിസ് ചെയ്യേണ്ടി വരുമോ ഡോക്ടറെ? ഇതാണ് അദ്ദേഹം ചോദിച്ചത്. അപ്പോൾ നമുക്ക് ആലോചിക്കാം, നമ്മളെടുക്കുന്ന ഓരോ മരുന്നും നമ്മുടെ ശരീരത്തിന് സുരക്ഷിതമാണ് എന്ന് കരുതിക്കൊണ്ടാണ് നമ്മൾ എടുക്കുന്നത്. പക്ഷേ എത്ര കാലം എടുക്കണം, എത്രയാണ് ഡോസ്, ആരാണ് അത് നിർദ്ദേശിച്ചത്, ശരിയായ ആൾ തന്നെയാണോ ആ മരുന്ന് നിർദ്ദേശിച്ചത്, ഇതൊന്നും നമ്മൾ നോക്കാതെ നമുക്ക് തോന്നിയ പോലെ നമ്മൾ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ അതിന് കൊടുക്കേണ്ടി വരുന്ന വില വളരെ വലുതായിരിക്കും. കിഡ്നി എന്നത് നമ്മുടെ ശരീരത്തിലെ നിശബ്ദമയോഗിയാണ്. അതിനുവേണ്ടി നമ്മൾ ജാഗ്രതയോടെ ജീവിക്കണം. കാരണം ഒരിക്കൽ അത് ചിന്തിച്ചു തുടങ്ങുമ്പോൾ അതിനുത്തരം പറയാൻ നമുക്ക് സമയം കുറവായിരിക്കും. ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി എന്ന അവസ്ഥയെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ പുതിയ അറിവുകളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.